ഇന്ന് എഴുത്തിലേക്കൊരു പുതിയ എഴുത്തുകാരൻ കയറി വരുന്നു. അതും ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിലൂടെ. അതൊരു വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. മലയാളം പുസ്തകമാണെങ്കിൽ പോലും സന്തോഷം തരുന്നു. ഇംഗ്ലീഷ് പുസ്തകമാണെങ്കിൽ ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്കത് കുറച്ചധികം മലയാളം മാതൃഭാഷയായിട്ടുള്ള ഒരാൾ ഇംഗ്ലീഷിൽ അയാളുടെ ആദ്യ പുസ്തകം എഴുതുന്നു എന്ന് പറയുന്നൊരു കാര്യം എനിക്കത് കുറച്ചധികം തന്നെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം ഇങ്ങനൊരു ധാര കുറച്ച് കാലമായി കേരളത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് പ്രധാനമായും ഒരു കൊറോണയ്ക്ക് ശേഷം ഒരുപാട് എഴുത്തുകാർ, പുതിയ യുവതികളായിട്ടുള്ള എഴുത്തുകാർ അവരുടെ ആദ്യ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നു. ഒരുപാട് ഇതുപോലെ കുറേ അധികം ചടങ്ങുകൾ കേരളത്തിലുണ്ടാവുന്നു. ഞാനതിനെ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ വലിയ കലാപങ്ങളോ പ്രശ്നങ്ങൾക്കോ അല്ല പുതിയ തലമുറ വരുന്നത് എന്നുള്ളതും എഴുത്തിലേക്കാണ്, വായനയിലേക്കാണ് എന്ന് പറയുന്നതും ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഈ ഇംഗ്ലീഷിൻ്റെ ഈ പറഞ്ഞ ഒരു ധാര, കാരണം ഈ കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ഇംഗ്ലീഷ് പബ്ലിഷേഴ്സും ഇപ്പോൾ എനിക്ക് അറിയാം, ഇപ്പോൾ 2000 അല്ലെങ്കിൽ 90കളുടെ അവസാനത്തിലൊക്കെ നമുക്കൊരു പുസ്തകം ഇറക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ഒരു 2000-ൽ എത്തുന്നതോട് കൂടിയിട്ട് പുസ്തകം ഇറക്കുക എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ഒരു ലളിതമായിട്ടുള്ളൊരു കാര്യമായിട്ട് കേരളത്തിൽ മാറി. എന്നാലും ഇംഗ്ലീഷ് എഴുത്ത് അത്ര സജീവമായിരുന്നില്ല കേരളത്തിൽ. പക്ഷേ എനിക്ക് തോന്നുന്നൊരു 2020-ന് ശേഷം ഒരുപാട് പുതിയ ഇംഗ്ലീഷ് എഴുത്തുകാർ, ഇപ്പം ഞാൻ ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരാളാണ്. ഞാനിപ്പോൾ ഈ 2020-ന് ശേഷം നോക്കിയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ യുവജനോത്സവങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ചെറിയ മത്സരങ്ങളിലൊക്കെ കൂടുതൽ, പണ്ടാണെങ്കിൽ ഒരുപാട് മലയാളം എഴുത്തുകളാണ് കൂടുതൽ വരിക. ഒരു 200 എൻട്രിയൊക്കെ സുഖമായിട്ട് വരും. ഇപ്പോൾ ഒരു 250-300 എൻട്രികളാണ് പൊതുവേ ഇംഗ്ലീഷ് എഴുത്തുനിന്ന് വരുന്നത്. അത് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഈ കൊറോണ സമയത്ത് നമ്മൾ കുറേയും കൂടി വായിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ നമ്മുടെ മൊബൈൽ ഫോണാണെങ്കിലും അല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയയിലാണെങ്കിലും വായിച്ചിരുന്ന ഇംഗ്ലീഷ് ഭാഷ ആയതുകൊണ്ടും അങ്ങനെ ഒരു പുതിയ തലമുറ ഇന്ന് കേരളത്തിൽ വന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതൊരു അവരവരുടെ ഭാഷയെ എന്ന് വെച്ചാൽ മലയാളത്തിലെ കുടഞ്ഞെറിയുന്നത് ഒട്ടും വലിയൊരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ പല ഭാഷയിലേക്ക്, പല ലോകത്തേക്ക്, ഭാഷ മാത്രമല്ല, ഭാഷ എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ട് ലാംഗ്വേജ് മാത്രമല്ലല്ലോ, അതൊരു പുതിയ ലോകം തുറക്കുന്നതാണ്. അങ്ങനെ പുതിയ ലോകത്തേക്ക് കൊറോണ കഴിഞ്ഞതിന് ശേഷം ഒരു പുതിയ യാത്രകളിലേക്ക്, പുതിയ വായനകളിലേക്ക് എല്ലാം തന്നെ ഒരു പുതുതലമുറ കടന്നു വരുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ സംഗീതനെ ഇവിടെ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ഒരിക്കൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് സംഗീതമായിട്ട് എന്നുള്ളതേ ഉള്ളൂ. ആദ്യമായിട്ടാണ് കാണുന്നത്. സംഗീതിൻ്റെ അച്ഛനെ ഞാൻ കാണുന്നത് ഒരു 4-5 ദിവസം മുൻപ് തൃശ്ശൂർ വെച്ച്. ഭയങ്കര യാദൃശ്ചികമായിട്ടാണ് അദ്ദേഹം ഫോണിൽ ഒരിക്കലും തൃശ്ശൂരുണ്ട്, അപ്പോൾ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് കാണുന്നു. 5-6 ദിവസമേ ആയിട്ടുള്ളൂ. ഞങ്ങൾ പരിചയപ്പെട്ട ഒരുപാട് സമയമായെങ്കിലും പരിചയം എന്ന് പറഞ്ഞ് നേരിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ 5-6 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ഒരു സംശയം, അപ്പോഴും ആദ്യം ഈ പരിപാടിക്ക് വിളിക്കുമ്പോഴും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാനിത് വരണോ വേണ്ടയോ പലതവണ അദ്ദേഹത്തിനോട് ചോദിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകത്തിന് ഫോർവേഡ് എഴുതിയിട്ടുള്ള ഒരാൾ തന്നെ ഇവിടെ വേദിയിൽ വന്ന് ഇരിക്കുക എന്ന് പറയുന്നത് പൊതുവേ ആരും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഇപ്പോൾ പല ഫോർവേഡ് എഴുതിയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ സച്ചിദാനന്ദ മാഷൊക്കെ അനവധി പുസ്തകങ്ങൾക്ക് ഫോർവേഡ് ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം ഫോർവേഡ് എഴുതി കഴിഞ്ഞാൽ ഒരിക്കലും ഈ പുസ്തകത്തിൻ്റെ വേദിയിൽ വന്നിരിക്കാറില്ല. അതിൻ്റെ കാരണം ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ അതിന് 2 കാരണങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ ഫോർവേഡിനെ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്താലോ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു പേടിയും, അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഫോർവേഡിൽ നിന്ന് അതിൻ്റെ ഒരു മുൻനുര എന്ന് പറയുന്ന ഈ പറഞ്ഞ ഒരു പ്രത്യേക ഇതിനെക്കുറിച്ച് ആരെങ്കിലും പ്രകീർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ വെച്ച് അവർ പ്രകീർത്തിക്കേണ്ട എന്ന് വിചാരിച്ചാലോ എന്നുള്ള 2 കാരണം കൊണ്ട്. അപ്പം അതുകൊണ്ട് ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ വരണോ, നിർബന്ധമാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് വളരെ പേഴ്സണലായിട്ടൊരു ചടങ്ങാണ്. എൻ്റെയും
എൻ്റെ ഫാമിലിയുടെയും അത്രയും പ്രിയപ്പെട്ട ആൾക്കാർ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. വേറെ ആരും തന്നെ ഇവിടെ വരുന്നില്ല. ഇതൊരു വളരെ പേഴ്സണലായിട്ടുള്ള അങ്ങനെ ഒരു ഉള്ളടങ്ങിയൊരു ചടങ്ങ് ആണ്. ഇവിടെ വേദിയിലും സദസ്സിലിരിക്കുന്ന ആൾക്കാർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, എനിക്കും എൻ്റെ മക്കൾക്കും ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ്. അവർ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളും പ്രിയപ്പെട്ട ഒരാളാണ്, നിങ്ങളും വരൂ, നമുക്ക് ഒന്നിച്ച് കുറച്ച് സമയം ഇരിക്കാം എന്ന് പറഞ്ഞതിൻ്റെ ഒരു നേര്, ആ ഒരു ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് ട്രെയിൻ കുറച്ച് ലേറ്റായി. അങ്ങനെയാണെങ്കിൽ ഞാനതിന് വേദിയിലിരിക്കുന്ന എല്ലാവരോടും മാപ്പ് പറയുന്നു. പക്ഷേ എന്താ പറയുക, എനിക്ക് ഇവിടെ വളർന്നതിൽ ആ ഒരു സന്തോഷം കൂടിയും ഞാൻ രേഖപ്പെടുത്തുന്നു. കാരണം സംഗീതിനെ എനിക്ക് ഇപ്പം ഞാൻ അവതാരികയിൽ അതിൻ്റെ ഫോർവേഡിൽ എനിക്കത് കവിതയിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പക്ഷേ വേറെ രീതിയിൽ ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് റൈറ്റിംഗ്, കേരളത്തിൽ നിന്ന് വരുന്ന ഇംഗ്ലീഷ് റൈറ്റിങ്ങിൽ പ്ലേസ് ചെയ്യാൻ എനിക്ക് ഉള്ളിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതൊരു വലിയ ലീനിയേജാണ്. കേരളത്തിൽ നിന്നുള്ള നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാത്ത, അല്ലെങ്കിൽ ഒരു സൊക്കോൾഡ് അക്കാഡമിയെ മാത്രം ശ്രദ്ധിച്ച ഒരു മേഖലയാണ് കേരളത്തിൽ നിന്ന് വരുന്ന ഇംഗ്ലീഷ് എഴുത്തുകാർ. പലപ്പോഴും നമുക്ക് അരുന്ധതി റോയെ നമുക്കറിയാം, ജി തയ്യലിനെ നമുക്ക്, പക്ഷേ ഇവരെല്ലാവരും തന്നെ ഇങ്ങനൊരു പ്രത്യേക ഏരിയയിൽ, അതായത് കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ഇംഗ്ലീഷ് എഴുത്തുകാർ, ഇപ്പോൾ കമലാദാസനെ ഇംഗ്ലീഷിൽ എഴുതുന്ന ആളാണെന്നുള്ളറിയാം. നമ്മളൊരിക്കലും മറക്കാൻ പാടാത്ത ഒരു പേരാണ് വിജയ് നമ്പീശനെ പോലുള്ള ആൾക്കാർ. കാരണം അദ്ദേഹം ജ്ഞാനപ്പാന പോലുള്ള സജീവമായ എഴുത്തുകാരനായിരുന്നു. ജ്ഞാന പോലുള്ള വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് അനിത നായർ, അങ്ങനെ നീണ്ടൊരു നിര, ശശി തരൂർ എന്ന് പറയുന്ന നീണ്ട നിര. ഇന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഇംഗ്ലീഷ് എഴുത്തുകാർ എന്ന് പറയുമ്പോൾ ഒരിക്കലും കേരളത്തിനെ മറക്കാൻ പറ്റില്ല. അങ്ങനൊരു വലിയ സജീവമായിട്ടുള്ള ഒരു നിര കേരളത്തിൽ ഉറപ്പായിട്ടും ഉണ്ട്. അത് ഇപ്പോൾ ഇന്നത്തെ ഒരു വളരെ കണ്ടംപററി ആയിട്ടുള്ള എഴുത്തുകാരിൽ നിന്ന് മാത്രം തുടങ്ങുന്നൊരു നിരയല്ല. എത്രയോ കാലം, എനിക്കൊരു 19-ാം നൂറ്റാണ്ട് തൊട്ട് ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ വന്നു തുടങ്ങുമ്പോൾ, നമുക്ക് മേരിക്കുണ്ടൊരു കുഞ്ഞാട്, മേനി വെളുത്തൊരു കുഞ്ഞാട് എന്ന് പറയുന്നത്, മേരി ഹാഡ് എ ലിറ്റിൽ ലാമ്പ് എന്ന് പറയുന്നതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ പോലെ, നമുക്കൊരിക്കലും അത് ട്രാൻസ്ലേഷനായിട്ട് തോന്നാത്ത രീതിയിലുള്ള ഒരു തരം പഠനവൽക്കരണം എന്ന് പറയുന്നത് ഇംഗ്ലീഷിന്, ആ രീതിയിൽ ഇംഗ്ലീഷ് മലയാളികളുടെ ചോരയിലേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ടിൽ എത്തുന്നതോട് കൂടിയിട്ട് ഈ പല പ്രധാനപ്പെട്ട എഴുത്തുകാരും, എനിക്ക് പറയാൻ ആഗ്രഹം, ഞാൻ 1-2 എഴുത്തുകാരെ വെറുതെ ഓർമ്മിക്കുകയാണ്. മഞ്ചേരി ഈശ്വരൻ, ഇപ്പോൾ തഞ്ചാവൂരിൽ നിന്ന് മഞ്ചേരി ഈശ്വരൻ്റെ കുടുംബം ഇവിടെ മഞ്ചേരിയിലേക്ക് വരുന്നു. അദ്ദേഹത്തിനെ സ്വന്തമായിട്ട് പ്ലേസ് ചെയ്യുന്നത് ഒരു മലയാളി എഴുത്തുകാരനായിട്ടാണ്, മലയാളി ഇംഗ്ലീഷ് എഴുത്തുകാരനായിട്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് മഞ്ചേരി ഈശ്വരൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ എഴുത്ത് എന്ന് പറയുന്നത്, ഇപ്പോൾ അദ്ദേഹം തന്നെ സ്വന്തമായിട്ട് പലപ്പോഴും പല തെറ്റുകളും, ഇംഗ്ലീഷിലെ ഗ്രാമർ തെറ്റുകളുണ്ട്, അല്ലെങ്കിൽ വൊക്കാബുലറിയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ മറികടന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ ഈ ബിൽ ആഷ്ട്രോഫ്റ്റ് ഒക്കെ പറയുന്ന ഈ എന്താ പറയുക, മറ്റേ ഇതുണ്ടല്ലോ, എംപയർ റൈറ്റ്സ് ബാക്ക് എന്നൊക്കെ പറയുന്നതിന് ഒരുപാട് വർഷം മുൻപേ ഞാനൊരു മലയാളിയായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്, എനിക്ക് തെറ്റ് പറ്റും, ഞാൻ എഴുതുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷിലാണ്, അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഒരു ബ്രിട്ടീഷ് വൽക്കരണ ഇംഗ്ലീഷ് എന്നോട് പറയണ്ട എന്ന് ഏതോ വർഷം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു എഴുത്തുകാരനാണ് മഞ്ചേരി ഈശ്വരൻ. അതുപോലെ തന്നെ ഒബ്രി മേനോൻ, എനിക്കറിയില്ല എത്രത്തോളം മലയാളിയാണെന്ന് ഒബ്രി മേനോനെ പറ്റി പറയാൻ പറ്റും എന്നുള്ളത് അറിയില്ല. കാരണം സ്വന്തമായിട്ട് ഒബ്രി മേനോൻ മലയാളിയാണെന്നുള്ള ഒരു ഭാഗത്തും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ മേനോൻ എന്ന് പറയുന്ന ആ ഒരു വാക്ക്, അതുപോലെ തന്നെ ഈ അദ്ദേഹം അയർലൻഡുകാരിയെ വിവാഹം കഴിക്കുന്നു. പക്ഷേ അതേസമയം തന്നെ ഒരു ഇന്ത്യൻ എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി ഒബ്രി മേനോൻ എല്ലാ കാലത്തും തന്നെ നിലനിർത്തിയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ പബ്ലിഷിംഗ് ഹൗസ് ഇന്ത്യക്കാരെ പറ്റി, അതായത് ഒരു മോഡൽ ഇന്ത്യ എന്ന് പറയുന്നത്, നമ്മുടെ സ്ലം ഡോഗ് മില്ലിയനെയറിലൊക്കെ കാണുന്നത് പോലുള്ള ഒരു മോഡൽ, അതായത് ഇന്ത്യൻ തെരുവുകൾ ഭയങ്കര നാറ്റോ അല്ലെങ്കിൽ അത്തരം സാധനങ്ങളൊക്കെ ഉള്ളൊരു മോശമായിട്ടുള്ള തെരുവുകൾ, അത് ചിത്രീകരിക്കണം എന്നുള്ളത് ഒരു വെസ്റ്റ് ആഗ്രഹിക്കുന്ന ഒരു കാലത്ത് ഞാനത് ചിത്രീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ഒബ്രി മേനോൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ ഒബ്രി മേനോൻ, മഞ്ചേരി ഈശ്വരൻ, കെ എം പണിക്കർ, അങ്ങനെ എനിക്ക് തോന്നുന്നത് കെ എം പണിക്കരൊക്കെ ഈ ലീനിയേജിൽ നിന്ന് കുറച്ച് മാറി. അതായത് കെ എം പണിക്കരെ നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ സർഗാത്മക സാഹിത്യം മുഴുവൻ എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുള്ള ഒരാളാണ് കെ എം പണിക്കർ. സർഗാത്മക സാഹിത്യം മുഴുവൻ മലയാളത്തിലും അദ്ദേഹത്തിൻ്റെ ഈ നോൺ ഫിക്ഷൻ ഇംഗ്ലീഷിലുമാണ് നമ്മുടെ സച്ചിദാനന്ദ മാഷിനൊക്കെ പോലെ. സച്ചിദാനന്ദ മാഷ് കവിതകൾ എഴുതുന്നത് ഒരിക്കലും ഇംഗ്ലീഷിൽ എഴുതുന്നില്ല. അദ്ദേഹം ഉറച്ചു പറയുന്നുണ്ട്, അതൊരു പൊസിഷനാണ്, ഞാൻ മലയാളത്തിലാണ് എഴുതുന്നത്, ഞാൻ ഇംഗ്ലീഷിൽ എഴുതുന്നില്ല.
എന്ന് കവിതകളുടെ കാര്യത്തിൽ പറയുന്നു. അതേസമയം തന്നെ ലേഖനങ്ങളുടെ കാര്യത്തിൽ സച്ചിദാനന്ദ മാഷ് ഒരു ബൈലിംഗ്. അതേപോലെ തന്നെ കെ എം പണിക്കരുടെ ആ ഒരു ലീനിയേജാണ് അദ്ദേഹം തുടർന്നു പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനവധി പേര് ഇപ്പോൾ പറഞ്ഞാൽ ASP അയ്യർ, അല്ലെങ്കിൽ മേനോൻ മാരാത്ത്, ലീലാദേവി, അങ്ങനെ തുടർന്നു പോകുന്ന കമലാദാസിലേക്ക് അങ്ങനെ തുടർന്നു പോകുന്ന ഒരു വലിയ ലീനിയേജിൻ്റെ ഒരു കണ്ണിയാണ് അവൻ്റെ അവസാനത്തെ. ഞാനിപ്പോൾ നമ്മൾ കാണുന്ന സംഗീതത്തിന് ശേഷവും ഒരുപാട് പേര് അതിലേക്ക് വരും. ആ ഒരു കണ്ണിയാണ് ഇന്ന് വേദിയിൽ ഞാൻ ഇന്ന് പരിചയപ്പെട്ടത് എന്നുള്ളതിൻ്റെ വളരെ സന്തോഷം എനിക്ക് ഇന്ന് ഉണ്ട്. ആ ഒരു വലിയ ലീനിയേജാണ്, അത് ചെറുതല്ല. അത് ആ ഒരു ലീനിയേജിൻ്റെ എല്ലാവിധ റെസ്പോൺസിബിലിറ്റിയും സംഗീത് ശരിക്കും പറഞ്ഞ് കുടുങ്ങിയിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ആ ലീനിയേജിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഇന്ന്, കാരണം വെച്ചാൽ ഒരു കണ്ണിയുടെ തുടർച്ച എന്ന് പറയുന്നത് ഇനിയും തുടർന്നു പോകുന്നതാണ്. ആ ഒരു ലീനിയേജിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും സംഗീതത്തിൻ്റെ അടുത്ത് ഇന്ന് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഇതൊരു ഒരു ഒരു വല്ലാത്ത ലോകമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ ഈ ഒബ്രി മേനോൻ്റെ കാലത്തുള്ള ഒരു ഇംഗ്ലീഷ്, അല്ലെങ്കിൽ മഞ്ചേരി ഈശ്വരൻ്റെ കാലത്തുള്ള ഇംഗ്ലീഷ് വേണോ വേണ്ടയോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാഷയെക്കുറിച്ചുള്ള കുറേ സങ്കല്പങ്ങൾ, നിരാസങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു തലമുറ. അതിനുശേഷം വന്നിട്ടുള്ള ഇപ്പോൾ ജി തയ്യലിനെ പോലുള്ള, അല്ലെങ്കിൽ അനിത നായരനെ പോലുള്ള ഒരു തരം മൈഗ്രേഷൻ്റെ ലോകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യാത്രകളുടെ ലോകം തുറന്നു കിട്ടുന്ന ഒരു കൂട്ടം കവികൾ. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു 10കൾ, അല്ലെങ്കിൽ 20കളിലൊക്കെ, 21-ാം നൂറ്റാണ്ടിൻ്റെ 10കൾ 20കളിലൊക്കെ എത്തുന്നതോടുകൂടി മലയാളത്തിലെ ഇംഗ്ലീഷ് എഴുത്തുകാർ അവനവൻ്റെ കവിത എഴുതി തുടങ്ങുന്നുണ്ട്. സംഗീത് വരുന്നതിൻ്റെ ഒരു പ്ലേസ് അതാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സംസാരിച്ച എല്ലാവരും സംഗീതത്തിൻ്റെ ഇന്നസെൻസിനെ കുറിച്ച്, സംഗീതത്തിൻ്റെ കവിതകളിലെ നിഷ്കളങ്കതയെക്കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. പക്ഷേ എനിക്കിതിലൊരു ക്യൂരിയോസിറ്റി, കാരണം എന്ന് വെച്ചാൽ ഇത് അവനവൻ്റെ സെൽഫിൻ്റെ കവിതയാണ്. അതായത് എവിടെയും അവനവനെ പ്ലേസ് ചെയ്യാൻ സംഗീത് വിചാരിക്കുന്നില്ല. അതായത് ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ അവനവനെ പ്ലേസ് ചെയ്യാതെ ആത്മാവിൻ്റെ കവിതകൾ എഴുതുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വളരെ പ്രധാനമാണ്. അവനവൻ്റെ ഉള്ളിൽ നിന്നുള്ള എന്താണോ എനിക്ക് തോന്നുന്നത്, അതാണ് മിക്കവാറും പല കവിതകളിലും ക്ലാസ് റൂം എന്ന് പറയുന്നൊരു പ്രമേയമായിട്ട് വരുന്നുണ്ട്. ക്ലാസ് റൂം എന്ന് പറയുന്നത് അത് നമ്മുടെ ചൈൽഡ്ഹുഡിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ, ഇപ്പം ഞാൻ ആദ്യം എഴുതി തുടങ്ങുമ്പോഴും എനിക്ക് ഈ ക്ലാസ് റൂം എന്ന് പറയുന്നത് അതൊരിക്കലും നെഗേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും അധികം സമയം നമ്മൾ ക്ലാസ് റൂമിൽ ചിലവഴിക്കുന്നു, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ ചിലവഴിക്കുന്നു. പിന്നെ ഒരു തരം എന്താ പറയുക, അപ്പോൾ ഈ ഒരു റിങ് ഒരിക്കലും ഇല്ലാത്ത, അല്ലെങ്കിൽ ഉള്ള, അതറിയില്ല, അതൊരു മാജിക്കൽ റിയലിസം പോലത്തെ ഒരിതാണ്. ഒരു ലഞ്ച് ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം പുസ്തകം പരിചയപ്പെടുത്തിയ ആൾ ആദ്യം തന്നെ പറഞ്ഞു, മാഷും പറഞ്ഞു, പല ആൾക്കാരും പറഞ്ഞു, ഒരു റിങ് കിട്ടുന്നു. ഭയങ്കര ക്യൂരിയസ് ആയി നമ്മൾ. വളരെ ആ റിങ്ങിൽ ഒരു വലിയ പൊളിറ്റിക്കലായിട്ടുള്ളൊരു സാധനം അതിൽ നിക്ഷേപിക്കേണ്ടതില്ല. അത് നമുക്കൊരു സംഗീതത്തിന് ഒരു റിങ് കിട്ടി എന്ന് മാത്രമേ നമ്മളതിനെ കുറിച്ച് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഞാൻ ഇതിൻ്റെ ഫോർവേഡിൽ പറയുന്നുണ്ടായിരുന്നു, കുറേ ബിബ്ലിക്കലായിട്ടുള്ള ഇമേജ്. ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ തനതായ, അദ്ദേഹത്തിൻ്റെ മാത്രമായ, ഇപ്പോൾ ബോബി അച്ഛൻ പറഞ്ഞത്, അതായത് ക്രിസ്തുവിനെ നമുക്ക് അവിടെ എല്ലായിടത്തും കാണാം, ഒരു ക്രോസ് എന്ന് പറയുന്നൊരു ചിഹ്നമായി. ഇപ്പോൾ ഈ ഡെഡാലസിലൊക്കെ, സ്റ്റീഫൻ ഡെഡാലസിൻ്റെ ഒക്കെ യാത്രകളിൽ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു യുലിസ് തുടങ്ങുന്നത് തന്നെ ഒരു ഷേവ് ചെയ്യുന്ന ഇത് ക്രോസായിട്ട് വെച്ചിരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് ഒരു ബ്ലേഡും ഇതുമാണ്, റേസറുമാണ്, അത് ക്രോസായി വെച്ചിരിക്കുന്നത് പറയുമ്പോൾ ഉടനടി നമ്മളുടെ ഒരു ഇമേജറി വേറൊരു ലോകത്തേക്ക് കടന്നു പോകുന്നത് പോലെ ആ ഒരു ലോകം ഈ കവിതകളിൽ പല രീതിയിൽ ഇങ്ങനെ തുറന്ന് വരുന്നുണ്ട്. ആ ഒരു രീതിയിൽ ഈ കവിത, ആ കവിത, അതായത് അവനവൻ്റെ കവിതയാണ് സംഗീതം എഴുതുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അവനവൻ കാണുന്ന, കേൾക്കുന്ന, അനുഭവിക്കുന്ന ഈ ഒരു ലോകം. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സംഗീതം ഒരു ആദ്യത്തെ പുസ്തകം ഇന്ന് ഇവിടെ സാധ്യമായിരിക്കുകയാണ്. ഇനി സംഗീതത്തിന് ഈ പുസ്തകത്തിൻ്റെ ആ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ ഇനിയും കവിതകൾ എഴുതാനുള്ളൊരു ബാധ്യത ഈ കവിക്ക് തീർച്ചയായും ഉണ്ട്. പക്ഷേ ഈ കവിതകളല്ല എനിക്ക് തോന്നുന്നത് സംഗീത് ഇനി തുടർന്ന് എഴുതാൻ ഒരുപക്ഷെ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പുസ്തകം, കാരണം ഒരു കവിയെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി സംഗീതന് ഇതിൽ നിന്നും മുന്നോട്ട് പോയി അവനവൻ കാണുന്ന, കേൾക്കുന്ന, അനുഭവിച്ച കാര്യങ്ങളിൽ കവിഞ്ഞ് ഒരു എഴുത്തുകാരൻ എന്താണ് ലോകത്തിന് കൊടുക്കുന്നത്, എഴുത്തുകാരൻ്റെ സ്ഥിരമായിട്ട് പറയാറുള്ള എഴുത്തുകാരൻ്റെ ധർമ്മം എന്താണ്? ഞാൻ സ്വന്തമായി വിചാരിക്കുന്നത് ഒരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞത് ഒരു മണ്ണിരട പോലെയാണ്. അല്ലെങ്കിൽ ഈ പയറുമണിയുടെ അടിയിലുള്ള ചെറിയ
ഇപ്പോൾ അറിയാലോ, ഈ പയർ എന്ന് പറയുന്ന വസ്തു, അതിൻ്റെ വേരുകൾ പലപ്പോഴും ഈ മണ്ണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന നൈട്രജനും അല്ലെങ്കിൽ അങ്ങനെ പല സാധനങ്ങളും മണ്ണിലേക്ക് കൊടുത്ത് മണ്ണിൻ്റെ തനതായ ആ ഒരു ഇത് നിലനിർത്തുന്ന ഒരു സാധനം, ആ ഒരു നൈസർഗികത എന്ന് പറയുന്ന ഒരു സാധനം നിലനിർത്തുന്ന ഒരു ഒരു പ്രക്രിയ നാം അറിയാതെ തന്നെ ചെയ്യുന്നതാണ്. അതുതന്നെയാണ് ഓരോ കവിയും ഓരോ നല്ല എഴുത്തുകാരും ലോകത്തിനോട് ചെയ്യുന്നത്. അതൊരു ബാധ്യതയാണ് പലപ്പോഴും. കാരണം ഈ ഒരു ഒരു ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്, ലോകത്തിനെ ഹീൽ ചെയ്യുക എന്ന് പറയുന്നത്, ലോകത്തിനെ എന്താ പറയുക, ശുശ്രൂഷിക്കുക, ലോകത്തിനെ ഹീൽ ചെയ്യുക, അത് മറ്റേ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയോ അല്ലെങ്കിൽ അതല്ല. കവിതയുടെ നമ്മൾ എപ്പോഴും പറയാറുള്ള സാധനം, കവിത പൊളിറ്റിക്കലാണ് എന്ന് പറയുന്നത് വേറൊരർത്ഥത്തിലൊന്നുമല്ല. അത് ലോകത്തിനോട്, പ്രകൃതിയോട്, അല്ലെങ്കിൽ നമ്മൾ ഏത് പേരിട്ട് വിളിച്ചാലും, ദൈവത്തിനോട് ഏത് പേരിട്ട് വിളിച്ചാലും അതിനോട് എന്താ പറയുക, അതിനോട് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത്, അതിനോട് കൂടിച്ചേരുക. അതാണ് ഒരു കവിയുടെ ആത്യന്തികമായ ധർമ്മം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അതാണ് പലപ്പോഴും ഇനി ചെയ്യാൻ സംഗീതത്തിനെ പോലുള്ള യങ്ങായിട്ടുള്ള എഴുത്തുകാരിൽ നിന്ന് എനിക്ക് തോന്നുന്നത് മലയാളം പ്രതീക്ഷിക്കുന്നത്, മലയാളം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ജോഗ്രഫി പ്രതീക്ഷിക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു കവിത, എനിക്കിഷ്ടപ്പെട്ടൊരു കവിത, ആദ്യത്തെ കവിത, ഞാൻ ആദ്യം വിചാരിച്ചത് മാറ്റർ ഓഫ് ടൈം വായിക്കാം എന്നാണ്. അപ്പോൾ മാഷ അത് ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. ഞാൻ വേറൊരു കവിത വായിക്കാം. ആദ്യത്തെ കവിതയാണത്. I can hear it, the humming of chirping of birds in the morning. I can hear it, the humming and chirping of birds in the morning. Wow, said nature. I can hear it, the tone of fisherman, the happiness they have while going back to their mothers. I can hear it, the laughter of a baby from the nearby house, the ultimate mischief of God. I can hear it, the cry of my cute white cat from some faraway place. Maybe heaven? Yes, maybe. I can hear it, the loud laughter of a madman walking down the street, praising not God, but life. But no sound that I have heard has so much beauty as the color of sky during sunrise. Maybe. ആ ഒരു സൂര്യോദയത്തിൻ്റെ വർണ്ണം, അതിൽ പരം ഒരു കാര്യം ഞാൻ കേട്ടിട്ടില്ല എന്നാണ് പോയറ്റ് അവസാനം പറയുന്നത്. ഞാനിപ്പോൾ ട്രെയിനിൽ വരുമ്പോൾ ഒരു സൂര്യാസ്തമയം കണ്ടിട്ടാണ് ഞാൻ ട്രെയിനിൽ വരുന്നത്. കവിയുടെ ആത്യന്തികമായ ഒരു ചുമതല എന്ന് പറയുന്നത് ഈ സൂര്യനെ, സൂര്യോദയമാണെങ്കിലും അസ്തമയമാണെങ്കിലും ഈ സൂര്യനെ സ്വന്തം കൈകൊണ്ട് എടുക്കുക എന്നുള്ളതും അത് അവനവൻ്റെ കൂടെയുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതുമാണ്. പക്ഷേ സൂര്യനെ കൈകൊണ്ട് എടുക്കുക എന്നുള്ളത് ചെറിയൊരു ചുമതലയല്ല. കാരണം നമ്മൾ എക്യുപ്ഡ് ആവണം, അല്ലെങ്കിൽ കൈ പൊള്ളിപ്പോവും. നമ്മൾ വായനയിലൂടെയും നമ്മുടെ യാത്രയിലൂടെയും എല്ലാം കൊണ്ടും നമ്മളുടെ ഇപ്പോൾ ഈ പറയുന്ന ഇന്നസെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്പേസ് അതിൽ നിന്ന് മാറി, അതാണ് എനിക്ക് തോന്നുന്നത് മാഷൊക്കെ പറഞ്ഞൊരു സാധനം, ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും തന്നെ വന്നു ചേരുന്ന ആ ഒരു സൂര്യനെ കൈകൊണ്ട് പിടിക്കാനുള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നതും, കാരണം അത് അവനവൻ്റെ ചുമതലയാണ്, അത് എടുത്ത് ആളുകൾക്ക് കൊടുക്കുക എന്ന് പറയുന്നതും, അവരുടെ കൈ അതുകൊണ്ട് പൊള്ളാതിരിക്കുക, അവർക്കൊരു സൂര്യൻ്റെ എല്ലാവിധ ഒരു എനർജിയും നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നതുമാണ് ആത്യന്തികമായ ഒരു കവിയുടെ ലക്ഷ്യം അല്ലെങ്കിൽ ധർമ്മം എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് ഈ കവിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ കവിക്ക് ജീവിതത്തിൻ്റെ തീവ്രാനുഭവങ്ങളും അത് കൊണ്ടുവരുന്ന തീക്ഷ്ണ ആവിഷ്കാരങ്ങളും ഞാൻ ആശംസിക്കുന്നു. നന്ദി.